മഴത്തോരു മുമ്പേലാണെങ്കിൽ അലീനയുടെ കണ്ണീരിന് മുൻപിൽ എൽസമ്മയും മുട്ടുകുത്തുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ മഴത്തോരു മുമ്പേലാണെങ്കിൽ നമ്മുടെ എൽസമ്മയാണെങ്കിൽ പടപൊരുതാൻ, വെട്ടിയുറപ്പിക്കാൻ, തനിക്കെതിരെ നിൽക്കുന്ന എല്ലാത്തിനെയും വെട്ടിക്കളയാനായിട്ട് റീത്തയുടെ വാക്ക് കേട്ടുകൊണ്ട് സ്റ്റാലിൻ്റെ അടുത്തേക്ക്, സ്റ്റാലിൻ്റെ മുൻപിലേക്ക് വരികയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ റീത്ത വിചാരിക്കുന്നുണ്ട് എൽസമ്മയെ ഉപയോഗിച്ച് എല്ലാം നേടിയെടുക്കാമെന്ന്. പക്ഷേ കാര്യങ്ങൾ അടപടലം മാറി മറിയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നത്തോടെ അലീനയുടെ ഉപവാസത്തിന് സ്റ്റാൻലി കർട്ടനിടാനായിട്ട് തീരുമാനിക്കുകയാണ് എന്ന് കാണാം. അതായത് ഒരു നല്ല വിട്ടുവീഴ്ചയ്ക്ക് തന്നെ സ്റ്റാൻലി തയ്യാറാവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. കാരണം തൻ്റെ മകളെ തനിക്ക് സ്നേഹിക്കണം, അവൾക്ക് ആവശ്യമായ സ്നേഹവും കരുതലും എല്ലാം കൊടുക്കണമെന്ന് സ്റ്റാൻലി മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മാറ്റങ്ങൾ വന്നേ മതിയാവുകയുള്ളൂ, താൻ കുറച്ചുകൂടി അടിഞ്ഞേ മതിയാവുകയുള്ളൂ എന്ന് സ്റ്റാൻലി തീരുമാനിക്കുകയാണ് എന്ന് കാണാൻ കഴിയും. അതിൻ്റെ ബാക്കി പത്രമാണ് നാളെ കാണാനായിട്ട് കഴിയുക. ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുന്ന അലീനയെ വിളിച്ചു കൊണ്ടുവന്ന് സ്റ്റാൻലി ഭക്ഷണം കഴിപ്പിക്കുന്നൊരു കാഴ്ചയും, കൂടാതെ അധികാര കൈമാറ്റമാണ് എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമെങ്കിൽ നമ്മുടെ പൗലോസും, കൂടാതെ തന്നെ ഡ്രൈവറും, പിന്നെയാണെങ്കിൽ ആൻ്റപ്പനും അത്ര പിടിക്കുന്നില്ല. ആൻ്റപ്പനാണെങ്കിൽ അലീനയോട് ശത്രുതയോ വൈരാഗ്യമൊന്നുമില്ല. എന്നാലും പൗലോസും കൂടാതെ ഡ്രൈവറും കൂടി ചേർന്ന് പണിയൊപ്പിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുകയല്ലാതെ വേറെ വഴിയൊന്നും ആൻ്റപ്പനില്ല എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് പൗലോസിനെ വീണ്ടും ചൂട് പിടിപ്പിക്കുകയാണ് കേട്ടോ ഡ്രൈവർ. ഇതേ സമയം ആൻ്റപ്പൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോനെ, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. ഇനിയും എന്തെങ്കിലും കൊള്ളരായ്മ കാണിച്ചു കഴിഞ്ഞാൽ കേണൽ സാബ് ഇടപെടുന്നു വിചാരിക്കേണ്ട കേട്ടോ പൗലോസേ. നീ തീർച്ചയായും പുറത്ത് പോവുക തന്നെ ചെയ്യുമെന്ന് ചർച്ച ചെയ്ത് കൊണ്ടു നിൽക്കുന്ന വേളയിൽ നമ്മുടെ അവതക്കുട്ടിയാണെങ്കിൽ അവിടേക്ക് ചെല്ലുകയാണ് അലീനയും കൊണ്ട്. എൻ്റെ പൊന്നു പൗലോസേട്ടാ, എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ യാതൊരു ചിന്തയോ ആവശ്യമോ ഒന്നും തന്നെയില്ല. നിങ്ങളും മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക് തന്നെ ആയിരിക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയും. അല്ല, നിങ്ങൾ ഇടത്തുപാടാണെങ്കിൽ ഞാൻ വലത്തുപാടായിരിക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് ആവശ്യമില്ലാതെ പ്രശ്നവും കാര്യങ്ങളും ഒന്നും സൃഷ്ടിക്കരുത് എന്ന് തന്നെയാണ് അലീന പറയുന്നത്. പൗലോസേട്ടൻ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരാളാണ്, നല്ലൊരു പാചകക്കാരനാണ് എന്ന് കരുതി പാചകം നശിപ്പിച്ച് കളയാൻ പാടില്ല എന്ന് പറയുന്നു. ഭക്ഷ്യസാധനങ്ങളൊക്കെ ആവശ്യത്തിന് ഇനി മുതൽ മേടിക്കാവൂ എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ പൗലോസേട്ടൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ നല്ല ഒരു ബന്ധമായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആൻ്റപ്പൻ ചേട്ടനായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആൻ്റപ്പൻ ചേട്ടനുമായിട്ടല്ലേ പ്രശ്നം കൂടുതൽ വേണ്ടത്, അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് തന്നെ പൗലോസേട്ടൻ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുക അലീന നടപ്പിലാക്കാൻ പോകുന്ന ആവിഷ്കാരങ്ങളെക്കുറിച്ച്
നമ്മുടെ പൗലോസിനോടും കൂടാതെ തന്നെയാണെങ്കിൽ ആരോട് നമ്മുടെ ആൻ്റപ്പനോടും ഒക്കെ പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ആൻ്റപ്പനാണെങ്കിൽ കുഞ്ഞ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്തോളാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ആൻ്റപ്പൻ ചേട്ടാ വലിയതായിട്ടൊന്നുമില്ലെന്നേ, എല്ലാ സാധനവും അളന്ന് കുറിച്ച് തൂക്കം അനുസരിച്ച് മേടിച്ചാൽ മതി. ആവശ്യത്തിന് പാഴാക്കി കളയുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അത് ഇനി മുതൽ വേണ്ട എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇനി മുതൽ അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. എനിക്കും നിങ്ങൾക്കും നല്ലത് വേണമെങ്കിൽ, സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് കേട്ടേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം പുറമെയാണ് നമ്മുടെ പൗലോസ് ഒരു കെണി അലീനയ്ക്ക് വയ്ക്കുന്നത് എന്ന് കാണാം. ഇതേ സമയം ആ കെണിയിൽ റീത്ത കുടുങ്ങുകയും, റീത്ത ആണെങ്കിൽ നമ്മൾ തുടക്കം പറഞ്ഞ മാതിരി തന്നെ എൽസമ്മയെയും കൊണ്ട് കടന്നു വരികയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. എൽസമ്മയാണെങ്കിൽ വരികയാണ്, സ്റ്റാലിനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതായത്, സ്റ്റാലി, നിങ്ങൾ അലീനയ്ക്ക് വേണ്ടി നിലയുറപ്പിക്കരുത്. ഈ വലിയ നാണക്കേടിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാകില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഞാൻ മര്യാദയ്ക്കാണ് പറയുന്നത് എന്ന് പറയുന്നു. അത് കേട്ടതും സ്റ്റാലി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് എൽസമ്മേ, ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ അവളെ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവൾ എൻ്റെ മകളാണെന്നറിഞ്ഞപ്പോൾ, എൻ്റെ മകൾ അനാഥാലയവാസിയായിരുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇനി അവളെ ആ വഴിയിൽ തന്നെ ഉപേക്ഷിക്കാനോ തള്ളിവിടാനോ താൻ തയ്യാറാവുകയുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, അലീന വരികയും കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അലീന വളരെയധികം സങ്കടപ്പെടുമ്പോൾ അലീനയുടെ മുൻപിൽ തലകുനിക്കുകയാണ് നമ്മുടെ എൽസമ്മ എന്ന് കാണാൻ കഴിയുന്നുണ്ട്, അലീനയുടെ കണ്ണീരിന് മുമ്പിൽ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്